ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ. ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷം പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ ആശ്രമം മൈതാനത്ത് നടന്നു. മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ദേശീയ പതാക ഉയർത്തി. പ്രത്യേക വാഹനത്തിൽ പരേഡ് പരിശോധിച്ചു. ശേഷം മാർച്ച് പാസ്റ്റ് പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ച് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനം ആലപിച്ചു. പോലീസ്, എക്സൈസ്, വനം വകുപ്പ്, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്, അഗ്നിരക്ഷാസേന, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ജൂനിയർ റെഡ് ക്രോസ് തുടങ്ങിയ വിഭാഗങ്ങളുടെ പ്ലാറ്റൂണുകളും ബാൻഡ് സംഘങ്ങളും പരേഡിൽ പങ്കെടുത്തു. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ ധാരാളം പൊതുജനങ്ങൾ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകൾ വീക്ഷിക്കാനെത്തി. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന ഹെൽത്തി കേരള ക്യാമ്പയിന്റെ ഭാഗമായുള്ള ആരോഗ്യ വണ്ടിയുടെ പര്യടനം ജില്ലയിൽ ആരംഭിച്ചു. ചിന്നക്കട ബസ് സ്റ്റാൻഡിൽ M. മുകേഷ് MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ L. ഷീജ അധ്യക്ഷയായി. ആരോഗ്യവകുപ്പിന്റെ സേവനങ്ങൾ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് അവബോധം സൃഷ്ടിക്കുകയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ജില്ലയിലെ മുഴുവൻ ആരോഗ്യ ബ്ലോക്കുകളിലും ബോധവത്കരണ പരിപാടികൾ നടത്തും. എക്സിബിഷനും ആരോഗ്യ പരിശോധനകളും സംഘടിപ്പിക്കും. ആരോഗ്യവകുപ്പ് സേവനങ്ങൾ, ആരോഗ്യമേഖലയിലെ വികസന പ്രവർത്തനങ്ങളുടെ വീഡിയോ, പോസ്റ്ററുകൾ എന്നിവയുടെ പ്രചാരണവും ആരോഗ്യ സന്ദേശ യാത്രയുടെ വാഹനത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ദേവ് കിരൺ പദ്ധതി വിശദീകരണം നടത്തി. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിന് സമീപത്തെ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ കുടുംബത്തിന് പുതിയ വീട് നിർമ്മിച്ചു നൽകി. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 1000 ചതുരശ്ര അടിയിലുള്ള വീട് നിർമ്മിച്ചു നൽകിയത്. തിടമ്പേറ്റിയ ഗജവീരന്മാർ അഷ്ടമുടിക്കായലിന്റെ ഇടച്ചാൽ കിടന്നെത്തുന്ന ആചാരം കൊണ്ട് പ്രസിദ്ധമായ പേഴുന്തുരുത്ത് ഭദ്രാദേവി ക്ഷേത്രത്തിലെ മകരത്തിരുവാതിര മഹോത്സവം ഇക്കുറിയും കാണികൾക്ക് അപൂർവ ദൃശ്യവിരുന്നൊരുക്കി. വിനോദസഞ്ചാര കേന്ദ്രമായ മൺട്രോത്തുരുത്തിനടുത്തുള്ള ഇടച്ചാൽ നടന്നെത്തുന്ന ഗജവീരന്മാരെ കാണാൻ നാട്ടുകാർക്ക് പുറമെ ധാരാളം വിദേശികളും എത്തിയിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ചെങ്ങന്നൂരിൽ നിന്ന് ദേവി വിഗ്രഹവുമായി എത്തിയ ബ്രാഹ്മണ കുടുംബം വിഗ്രഹം തലയിലേറ്റി ഇടച്ചാൽ നീന്തിക്കടന്ന് പ്രതിഷ്ഠ നടത്തിയെന്ന ഐതിഹ്യവുമായി ബന്ധപ്പെട്ടാണ് ആചാരം. ടൂറിസം സീസണിൽ മകരത്തിരുവാതിരയ്ക്ക് നടക്കുന്ന ഈ അപൂർവ ആചാരം വിദേശ വിനോദസഞ്ചാരികൾക്കും പ്രിയപ്പെട്ടതായി മാറിക്കഴിഞ്ഞു. ഗുണനിലവാരമില്ലാത്ത വെളിച്ചെണ്ണ ഉത്പാദിപ്പിച്ച കമ്പനി, വിതരണക്കാർ എന്നിവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ ഉത്തരവിട്ടു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ച വെളിച്ചെണ്ണ സാമ്പിളുകൾ പരിശോധിച്ചതിൽ ചിലത് ഗുണനിലവാരം കുറഞ്ഞവയാണെന്ന പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിക്കാൻ ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാരോട് നിർദ്ദേശിച്ചത്. നിലവാരമില്ലാത്ത 4 ബാച്ച് വെളിച്ചെണ്ണ ഉത്പാദിപ്പിച്ച് വിപണിയിലെത്തിച്ച എറണാകുളത്തെ സ്ഥാപനത്തിനെതിരെ കൂടുതൽ അന്വേഷണം നടത്താൻ എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണർക്ക് കത്തയച്ചു. ചില ബ്രാൻഡുകളുടെ കൂടുതൽ ബാച്ചുകൾ പരിശോധിക്കാനും നിർദ്ദേശം നൽകി. ലേബൽ, ബില്ല് എന്നിവയില്ലാതെ ഭക്ഷ്യ എണ്ണകൾ വ്യാപാരികൾ വിൽക്കരുതെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ അറിയിച്ചു. അറിവ് 2025-26 തീര നൈപുണ്യ പദ്ധതിയുടെ ഭാഗമായി ബോധവത്കരണ സെമിനാർ നടത്തി. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും സ്റ്റേറ്റ് ഫിഷറീസ് മാനേജ്മെന്റ് കൗൺസിലിന്റെയും നേതൃത്വത്തിൽ കോസ്റ്റൽ പോലീസ്, ലീഡ് ബാങ്ക് എന്നിവയുമായി സഹകരിച്ച് സംഘടിപ്പിച്ച സെമിനാർ പോർട്ട് ഡിവിഷൻ കൗൺസിലർ വിൻസി ബൈജു ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളികൾക്കുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷയെക്കുറിച്ച് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. മത്സ്യത്തൊഴിലാളികൾക്കുള്ള വായ്പ, സബ്സിഡി എന്നിവയെക്കുറിച്ച് ലീഡ് ബാങ്ക് പ്രതിനിധി പത്മകുമാർ ക്ലാസ് എടുത്തു. ലോക തണ്ണീർത്തട ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ പള്ളിക്കലാറും പരിസരവും ശുചീകരിച്ചു. സബർമതി ഗ്രന്ഥശാല, സംഗീത, ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്നിവയുമായി സഹകരിച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി യുവജനങ്ങൾ പങ്കാളികളായി. കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ ചെയർമാൻ സുമൻജിത്ത് മിഷ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ശ്രീനാരായണ കോളേജിൽ സുവോളജി ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം, ഫോട്ടോഗ്രാഫി മത്സരം എന്നിവയും നടത്തി. പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തക്കേസിൽ പ്രോസിക്യൂഷൻ 1407 സാക്ഷികളെ വിസ്തരിക്കും. ആകെയുള്ള 1417 സാക്ഷികളിൽ നിന്നും 10 പേരെ ഒഴിവാക്കി. കേസിലെ 59 പ്രതികളിൽ 3 പേരെ പ്രതിപ്പട്ടികയിൽ നിന്നും നേരത്തെ ഒഴിവാക്കിയിരുന്നു. ഇവരുമായി ബന്ധപ്പെട്ട സാക്ഷികളെയാണ് ഒഴിവാക്കിയത്. 40 രേഖകളും ഒഴിവാക്കി. 1571 രേഖകൾ ഹാജരാക്കും. ജില്ലാ വൃത്താന്തം സമാപിച്ചു.